പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏതാണ്ടൊരു 2-3 ആഴ്ചകൾക്ക് മുമ്പാണ് ദീർഘകാലം CPM-ൻ്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗവും ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായിരുന്നു ഒരു ഘട്ടത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നു, കോന്നി MLA-യുമായിരുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായിരുന്ന ശ്രീമാൻ A. പത്മകുമാർ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുന്നു. നമുക്കറിയാം, അതിനു മുമ്പ് പത്മകുമാർ അറസ്റ്റ് ചെയ്യുന്നതിന് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് N. വാസു അറസ്റ്റ് ചെയ്യപ്പെട്ടു. അവർ രണ്ടുപേരും ഇപ്പോൾ ഏതാണ്ട് 1 മാസക്കാലത്തിലധികമായി അവർ രണ്ടുപേരും ഇപ്പോൾ ജയിലിൽ കഴിയുകയാണ്. A. പത്മകുമാറിൻ്റെ റിമാൻഡ് കാലാവധി കഴിഞ്ഞ ദിവസം ഒന്നുകൂടി നീട്ടിയിട്ടുണ്ട്. അപ്പോൾ 14 ദിവസം കൂടി അദ്ദേഹം ജയിലിലായിരിക്കും. അപ്പോൾ 1.5 മാസക്കാലം ആയിട്ട് അദ്ദേഹം ജയിലിൽ ഇങ്ങനെ കഴിയുകയാണ്. സ്വാഭാവികമായും കഴിഞ്ഞ 2-3 ആഴ്ചക്കാലമായി ഉയർന്ന് നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് ശ്രീമാൻ A. പത്മകുമാറിനെതിരായി CPM നടപടിയെടുക്കാത്തത്? അതായത് 1.5 മാസക്കാലമായി ജയിലിൽ കഴിയുന്ന A. പത്മകുമാർ ഇപ്പോഴും CPM-ൻ്റെ പത്തനംതിട്ടയിലെ ജില്ലാ കമ്മിറ്റി അംഗമായി തുടരുകയാണ്. കഴിഞ്ഞ ദിവസം വളരെ പരിഹാസത്തോടു കൂടിയ ജിൻഡോ ജോൺ ഏതൊരു ചാനൽ ചർച്ചയിൽ പറയുന്നത് ഞാൻ കേട്ടു. കോൺഗ്രസ് നേതാവ്, ചെറുപ്പക്കാരൻ, അദ്ദേഹം പറഞ്ഞത് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിലും ജയിലിലും ഒരുമിച്ച് ഇപ്പോൾ പത്മകുമാർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ്. ഇപ്പോൾ 2 ചുമതലകൾ പത്മകുമാറിന് ഇപ്പോൾ തൽക്കാലം ഉണ്ട് എന്ന് ജിൻഡോ ജോൺ പരിഹാസപൂർവ്വം പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ എന്തുകൊണ്ട് പത്മകുമാറിനെതിരെ നടപടി ഉണ്ടാവുന്നില്ല? അപ്പോൾ അതിന് ഈ ഗോവിന്ദൻ എന്ന് ഞാനിപ്പോൾ പറയാറില്ലേ, ഈ ഗോവിന്ദൻ പറയുന്ന വാദഗതികളൊക്കെ നമ്മൾ കേട്ടായിരുന്നല്ലോ. അദ്ദേഹം ഒരു ഘട്ടത്തിൽ പറഞ്ഞത് ഞങ്ങളുമൊക്കെ ജയിലിൽ കിടന്നിട്ടുള്ളതാണ്, ജയിലിൽ കിടക്കുന്നൊന്നും വലിയ ഉത്തരിയുള്ള കാര്യമല്ല എന്നൊക്കെ പറഞ്ഞ് അയാൾക്ക് പിന്നെ ഈ പറഞ്ഞ പോലെ അയാളൊരു പരിഹാസ കഥാപാത്രമാണ് എന്ന് അയാൾക്ക് അത് മനസ്സിലാവുന്നില്ല. അയാൾ പറയുന്നത് ആളുകളിങ്ങനെ പുച്ഛിച്ച് ചിരിച്ച് പരിഹസിക്കുകയാണെന്നുള്ളത് അയാൾക്ക് മനസ്സിലാവുള്ള മണ്ടത്തരങ്ങളാണ് അയാൾ പിന്നെ ഈ നിരന്തരം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷേ അയാൾ വിചാരിക്കുന്നത് എന്തോ വലിയ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള എന്തോ കടുപ്പമുള്ള വിഷയം ആണ് താൻ പറയുന്നത് എന്നാണ് ഈ ഗോവിന്ദൻ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. നമ്മൾ ഒരുപാട് പൊട്ടത്തരങ്ങൾ അയാളിൽ നിന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുമ്പ് ഈ ചോദ്യം വന്നു, എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല എന്നുള്ള ചോദ്യം വന്നു. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും ആ ചോദ്യം വലിയ തോതിൽ ജനങ്ങളുടെ ഇടയിലും പാർട്ടി അണികളുടെ ഇടയിലൊക്കെ ചർച്ചാ വിഷയമായി. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ സാമാന്യം നന്നായി തോറ്റതിന് ശേഷവും ഈ ഗോവിന്ദൻ്റെ ഈ പത്മകുമാറിൻ്റെ അറസ്റ്റുമൊക്കെയായി ബന്ധപ്പെട്ടുള്ള ചോദ്യം വരുമ്പോൾ അയാൾ വീണ്ടും ഈ പൊട്ടത്തരങ്ങളും മണ്ടത്തരങ്ങളും വിളിച്ചു പറഞ്ഞ് അയാൾ പാർട്ടിയെ ജനങ്ങളുടെ മുമ്പിലും പാർട്ടി അണികളുടെ മുമ്പിലും ഒരു പരിഹാസ കഥാപാത്രമാക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അയാൾക്കത് മനസ്സിലാകുന്നില്ല എങ്കിൽ പോലും. സുഹൃത്തുക്കളെ, ഞാനിന്ന് ഈ വീഡിയോയിലൂടെ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ചോദ്യം, അപ്പം സ്വാഭാവികമായും ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് പത്മകുമാർ ഇപ്പോഴും ജയിലിൽ കിടക്കുന്നു, പത്മകുമാറിനെതിരെ നടപടിയില്ല. പക്ഷേ കണ്ണൂരിൽ നമുക്കറിയാമല്ലോ, നവീൻ ബാബുവിൻ്റെ കേസ് ഓർമ്മയുണ്ടല്ലോ. അവിടെ ADM ആയിരുന്ന നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് വന്ന വിവാദമുണ്ട്. അപ്പം നവീൻ ബാബു ജീവിതം അവസാനിപ്പിക്കാനുള്ള കാരണം തൊട്ട് തലേദിവസം നടന്ന യാത്രയപ്പ് യോഗത്തിൽ PP ദിവ്യ എന്ന് പറഞ്ഞ അന്നത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും കണ്ണൂർ CPM-ൻ്റെ ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള അവർ നടത്തിയ പ്രസംഗമാണ് എന്നൊക്കെയാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. സ്വാഭാവികമായി അയാളുടെ മരണത്തിന് ഉത്തരവാദി അവരാണെന്നുള്ള നിലയിൽ വലിയ വിവാദങ്ങൾ ഉയർന്നു വന്നു. CPM എന്ത് ചെയ്തു? അവരെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് അവരെ ഒഴിവാക്കി, അവരെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കി. ആ വിഷയത്തിൽ ഇപ്പോൾ അടുത്ത കാലത്ത് കണ്ടാണ് കുറ്റപത്രം സമർപ്പിച്ചത്. കുറ്റപത്രമൊക്കെ സമർപ്പിക്കുന്നതിന് മുമ്പ് തന്നെ അവരെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് അന്ന് ഒഴിവാക്കിയിരുന്നു. അന്ന് അവർക്കെതിരെ ഉണ്ടായിരുന്ന ഒരു ആരോപണമായിട്ട് നിൽക്കുകയാണ്, ഇപ്പോഴും ആരോപണമായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അന്ന് അവരെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കാൻ, PP ദിവ്യയെ ഒഴിവാക്കാൻ CPM-ന് യാതൊരു ബുദ്ധിമുട്ടുണ്ടായില്ല. എന്നാൽ ഇപ്പോൾ ശബരിമല പെരുങ്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 1.5 മാസക്കാലമായി ജയിലിൽ കിടക്കുന്ന A. പത്മകുമാറിനെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കാത്തതിനുള്ള തറ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് CPM. സുഹൃത്തുക്കളെ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കഴിഞ്ഞ ദിവസം CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറും ചെറുപ്പക്കാരനും ബുദ്ധിജീവിയുമായിട്ടുള്ള സഖാവ് M. സ്വരാജ് ഒരു ചാനൽ ചർച്ചയിൽ, എനിക്ക് 24 ന്യൂസിലോ മറ്റാണെന്ന് ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഈ A. പത്മകുമാറിനെതിരെ പാർട്ടി നടപടിയെടുക്കാത്തതിന് ഒരു വിശദീകരണം അദ്ദേഹം നൽകുകയുണ്ടായി. ആ വിശദീകരണം കേട്ടപ്പോൾ അതിനൊരു വിശദീകരണം എൻ്റെ പ്രേക്ഷകരോട് അതിന് പറയാതെ ചെയ്യാൻ നിവൃത്തിയില്ല എന്നെനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയുമായി എൻ്റെ പ്രേക്ഷകരുടെ മുന്നിലെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് അത് സംബന്ധിച്ച് എൻ്റെ ഒരു വിശദീകരണം സ്വരാജ് പറഞ്ഞതിനുള്ള എൻ്റെ ഒരു മറുപടി പറയുന്നതിന് മുമ്പ് M. സ്വരാജ്
പിന്നെ ഈ എ പത്മകുമാറിനെതിരെ നടപടിയെടുക്കാത്തതുമായി ബന്ധപ്പെട്ട് അതിനുള്ള കാരണങ്ങൾ പാർട്ടി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ നടത്തിയൊരു വിശദീകരണം എൻ്റെ പ്രേക്ഷകരെ ഒന്ന് കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം ശ്രമിക്കുന്നത്. അദ്ദേഹം MN കാരശ്ശേരി ചോദിച്ചൊരു ചോദ്യത്തിന് മറുപടിയായിട്ടാണ് അദ്ദേഹം തൻ്റെ വാദഗതികൾ ഉയർത്തിയത്. അത് ഇനി നമുക്ക് ഒന്ന് കേൾക്കാം. കാരശ്ശേരി മാഷ് വ്യക്തമായിട്ടൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, അതിന് മറുപടി പറയാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ബഹുമാനം ഉണ്ടെങ്കിൽ എനിക്ക് മറുപടി പറഞ്ഞേ പറ്റൂ. അദ്ദേഹം ചോദിച്ചാൽ അദ്ദേഹം രണ്ട് കാര്യങ്ങളും പറയാം. അദ്ദേഹം ചോദിച്ചത് നടപടിയുടെ കാര്യമാണ്, എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല എന്നതാണ്. അദ്ദേഹത്തിന്റെ ചോദ്യം ഞാൻ ഒരിക്കലും പുച്ഛിച്ച് തള്ളുന്നില്ല, ഞാനത് ഗൗരവമായി തന്നെ എടുക്കുന്നു. അതിൽ ഞങ്ങളുടെ പാർട്ടിയുടെ നിലപാട് പാർട്ടി സെക്രട്ടറി തന്നെ വിശദീകരിച്ചിട്ടുള്ളതാണ്. എങ്കിലും ഞാൻ ഒന്നുകൂടി ഇവിടെ പറയാം. ഇപ്പോൾ ഈ രണ്ടുപേരെ സംബന്ധിച്ച് എനിക്കതിലും കാരശ്ശേരി മാഷോടുള്ളൊരു ചെറിയ വിയോജിപ്പ്, ഈ രണ്ടുപേരുടെ രാഷ്ട്രീയ ബന്ധം മാത്രമേ മാഷും കാണുന്നുള്ളൂ. അതിനപ്പുറത്തുള്ള രാഷ്ട്രീയ ബന്ധമോ നടപടിയോ മാഷും പറയുന്നില്ല. പറയുമ്പോൾ അതുകൂടി പറഞ്ഞിരുന്നെങ്കിൽ മാഷയുടെ നിലപാട് കുറെ കൂടി തിളക്കമുള്ളതാകുമായിരുന്നു. ഞങ്ങളുടെ പാർട്ടിയുമായി ബന്ധമുള്ള ഈ രണ്ടുപേരുടെ പേരിൽ ഇപ്പോൾ ആരോപിക്കപ്പെട്ടിരിക്കുന്ന കുറ്റം എന്താണ് എന്നത് പോലും ഇപ്പോൾ വ്യക്തതയില്ല. അത് കുറ്റപത്രം സമർപ്പിക്കുമ്പോഴാണ് വ്യക്തത വരിക. അവർ ഭരണപരമായ വീഴ്ച വരുത്തി എന്നതാണോ, അവർക്ക് നേരിട്ട് തട്ടിപ്പിൽ ബന്ധമുണ്ട് എന്നതാണോ, ബോധപൂർവം തട്ടിപ്പിന് കൂട്ടുനിന്നു എന്നാണോ, യാദൃച്ഛികമായി അവരുടെ വീഴ്ച തട്ടിപ്പിന് ഇടയായി എന്നാണോ, ഇനി തട്ടിപ്പിന് നേതൃത്വം കൊടുത്തു എന്നാണോ, ഇതൊന്നും അറിയില്ലല്ലോ മാഷേ, നമുക്ക് ആർക്കും അറിയില്ല. അപ്പൊ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ അതിലൊരു വ്യക്തതയുണ്ടാവും. ചാർജ് എന്താണ്, അത് ഒരു നെഗ്ലിജൻസ് ആണോ, അതോ കുറ്റത്തിന് കൂട്ടുനിന്നതാണോ, കുറ്റത്തിന് നേതൃത്വം കൊടുത്താണോ, വരട്ടെ. അത് വന്നു കഴിഞ്ഞാൽ ആവശ്യമായ നിലപാടുകളിലേക്കും തീരുമാനങ്ങളിലേക്കും പാർട്ടി പോകും, അതിൽ ഒരു സംശയവും വേണ്ട. അതോടൊപ്പം തന്നെ ബഹുമാന്യനായ BJPയുടെ നേതാവ്, അത് ഈ എന്തൊക്കെ വിഷയങ്ങളാണ് നമ്മുടെ ചർച്ചയിൽ വരുന്നത്. ശ്രീ ചന്ദ്രശേഖരൻ കേസിന്റെ കാര്യം പറഞ്ഞു. ആ കേസിൽ എത്ര പേരെയാണ് പ്രതി ചേർത്തത്? ഞങ്ങളുടെ ജില്ലാ നേതാക്കന്മാർ, അന്നത്തെ ജില്ലാ നേതാക്കന്മാരൊക്കെ പ്രതികളായിട്ടുണ്ടായിരുന്നില്ലേ? 65 പേര് പ്രതിയായിട്ടുള്ള കേസിൽ ഇവരെ ഒക്കെ വെറുതെ വിടുകയല്ലേ കോടതി ചെയ്തത്? രാഷ്ട്രീയ താല്പര്യത്തോടെ പ്രതിപ്പട്ടികയിൽ തിരികെ കയറ്റി കേസിന്റെ ഭാഗമായി പീഡിപ്പിക്കാൻ ഉദ്ദേശിച്ച പ്രതികളെയൊക്കെ കോടതി വെറുതെ വിട്ടു. എത്ര പേരെയാണ് ശിക്ഷിച്ചത്? അതിലേതെങ്കിലും പാർട്ടി നേതാവുണ്ടോ ശിക്ഷിച്ചത്? ഞങ്ങൾ അന്നും ഇന്നും പറഞ്ഞിട്ടുള്ളത് അന്വേഷണങ്ങൾ നേരായ വഴിയിൽ നടക്കണം. അന്ന് അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമായിരുന്നു. സുഹൃത്തുക്കളെ, വാദഗതികൾ കേട്ടല്ലോ. ഇനി നമുക്കതൊന്ന് വിശകലനം ചെയ്യാം. അതായത് നടപടി എടുക്കാത്തതിനുള്ള കാരണങ്ങൾ ആണ് അദ്ദേഹം തൻ്റെ വിശദീകരണത്തിൽ അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ആദ്യം ചോദിക്കുകയാണ്, എന്താണ് ആരോപിക്കപ്പെട്ട കുറ്റം? ആരോപിക്കപ്പെട്ട കുറ്റം സംബന്ധിച്ച് നമുക്കൊരു വ്യക്തതയില്ല. അത് കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ മാത്രമേ അത് സംബന്ധിച്ച് വ്യക്തത ഉണ്ടാവൂ. അതാണ് ആമുഖമായി ശ്രീമനം സ്വരാജ്, പാർട്ടി സംസ്ഥാന സെക്രട്ടറി, ഉമ്പറും ചെറുപ്പക്കാരനും ബുദ്ധിജീവി, അദ്ദേഹം ആമുഖമായി അത് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടന്നു. അദ്ദേഹം ചോദിക്കുന്ന ചോദ്യങ്ങൾ: ഒന്ന്, ഭരണപരമായ വീഴ്ച വരുത്തിയതാണോ? നേരിട്ട് തട്ടിപ്പിൽ പങ്കുണ്ടോ? ബോധപൂർവം തട്ടിപ്പിന് കൂട്ടുനിന്നോ? യാദൃശ്ചിക വീഴ്ച തട്ടിപ്പിനിടയാക്കിയതാണോ? തട്ടിപ്പിന് നേതൃത്വം കൊടുത്തതാണോ? ഇത്രയും ചോദ്യങ്ങൾ അദ്ദേഹം ചോദിച്ചിട്ട് പറയുകയാണ്. അത് സംബന്ധിച്ച് ഒരു ക്ലാരിറ്റി വന്നിട്ടില്ല. ആ ക്ലാരിറ്റി കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ വരും. അങ്ങനെ വരുമ്പോൾ പാർട്ടി അത് സംബന്ധിച്ച് നിലപാടെടുക്കും. ഇതാണ് അയാൾ ചോദിച്ച ചോദ്യം. ഈ ചോദിച്ച ചോദ്യങ്ങൾ മുഴുവൻ മരപ്പൊട്ടത്തരവും ശുദ്ധ അസംബന്ധവും അബദ്ധവുമാണ് എന്ന് അദ്ദേഹം ചോദിച്ച ഓരോ ചോദ്യത്തിനും മറുപടികൾ പറഞ്ഞുകൊണ്ട് ഞാൻ ഇനി പറയാൻ പോവുകയാണ്. അത് പറയുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ അതിന് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് ഇയാളെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റിമാൻഡ് റിപ്പോർട്ടാണ്. അതിൻ്റെ വിശദാംശങ്ങൾ വെച്ചുകൊണ്ടാണ് ഞാൻ മറുപടി പറയാൻ. അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം, ആദ്യത്തെ ഒരു ചോദ്യം ഇതാണ്: ഭരണപരമായ വീഴ്ച വരുത്തിയോ? ഭരണപരമായ വീഴ്ച വരുത്തി. ഭരണപരമായ വീഴ്ച വരുത്തിയതാണ് അയാളെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. അയാളുടെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്, എം സ്വരാജ് എവിടെയെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് കേട്ടാൽ കൊള്ളാം. എന്താ പറയുന്നത്? ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ജീവനക്കാരുടെ മേൽ നിയന്ത്രണം ഉണ്ടായിരിക്കെ മരാമത്ത് പ്രൊസീജിയർ മറികടന്ന് ക്ഷേത്ര മുതലുകൾ മരാമത്തിനായി ക്ഷേത്ര പരിസരത്തിന് പുറത്ത് കൊണ്ടുപോകാൻ പാടില്ല എന്ന് ദേവസ്വം മാനുവലിൻ്റെ വ്യവസ്ഥ ഉണ്ടായിരുന്നിട്ടും ആയത് മറികടന്ന് മറ്റ് കൂട്ടുപ്രതികളുമായി ഗൂഢാലോചന നടത്തിയതിൻ്റെ ഭാഗമായി മൂന്നാം പ്രതി കട്ടിള പൊതിഞ്ഞിട്ടുള്ള ചെമ്പുപാളികൾ ഇളക്കി സ്വർണം പൂശി തിരിച്ചു കൊണ്ടുവരുന്നതിന് ഉത്തരവുണ്ടാകുന്നതിന് അനുവാദം ചോദിച്ചത്. ഒന്നാമത്തെ കുറ്റം.
2, മാർച്ച് 2019 ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിന്റെ അധ്യക്ഷതയിൽ കൂടാൻ തീരുമാനിച്ച ബോർഡ് യോഗത്തിന്റെ അജണ്ട നോട്ടീസിൽ സ്വന്തം കൈപ്പടയിൽ സ്വർണം പതിച്ച ചെമ്പുപാളികൾ എന്ന് പറയുന്നതിന് പകരം ചെമ്പുപാളികൾ എന്ന് മാത്രം എഴുതി ചേർത്തതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വർണം പൂശി തിരികെ കൊണ്ടുവരുന്നതിന് ബോർഡ് അനുവാദം നൽകുകയും അപ്രകാരം 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം സ്വർണം പൂശിയ ചെമ്പുപാളികൾ എത്തിച്ചേരുന്നതിനും സ്വർണം കവർച്ച ചെയ്യുന്നതിനും ഒത്താശ ചെയ്തതായി ഇതുവരെ നടത്തിയ അന്വേഷണത്തിൽ വെളിവായതായി പറയുന്നു. ഞാൻ ചോദിക്കുന്നത് ഈ സ്വരാജ് എന്ന് പറഞ്ഞ ആള് അയാൾ ഈ ലോകത്തൊന്നും അല്ലേ ജീവിച്ചത്? അയാൾ ഏത് ലോകത്താണ് ജീവിച്ചിരിക്കുന്നത്? അയാൾ ഇത് കണ്ടിട്ടില്ലേ? കണ്ടിട്ടില്ലെങ്കിൽ അയാൾ കാണണം. അപ്പോൾ ഭരണപരമായി വീഴ്ച വരുത്തി എന്നുള്ളത് വ്യക്തമല്ലേ സുഹൃത്തുക്കളെ? അതുപോലെ നേരിട്ട് തട്ടിപ്പിൽ ബന്ധമുണ്ടോയെന്നാണ് ചോദിച്ചത്. നേരിട്ട് തട്ടിപ്പിൽ ബന്ധമുണ്ടെന്നുള്ളതല്ലേ ഇതിനകത്ത് പറയുന്നത്. അജണ്ട നോട്ടിൽ കൃത്യമായൊരു ഭാഗത്ത് തട്ടിപ്പിന് ആസ്പദമായിട്ടുള്ള കാര്യങ്ങൾ എഴുതി ചേർത്തു. തട്ടിപ്പിൽ നേരിട്ട് ബന്ധമുണ്ട്. ബോധപൂർവം തട്ടിപ്പിന് കൂട്ടുന്നതാണോ എന്നാണ് അയാൾ ചോദിക്കുന്നത്. അതിന് സംശയം എന്താണ്? ബോധപൂർവം അല്ലാതെ പിന്നെ ബോധം ഇല്ലാതെയാണോ അയാൾ ഈ തട്ടിപ്പിന് കൂട്ടുന്നത്? ബോധപൂർവ്വമല്ലേ കൂട്ടുന്നത്? യാദൃശ്ചിക വീഴ്ച തട്ടിപ്പിന് ഇരയാക്കിയതാണോ? അല്ല, യാദൃശ്ചിക വീഴ്ചയല്ല ഉണ്ടായിട്ടുള്ളത്, മനഃപൂർവ്വമുള്ള വീഴ്ചയാണ്. അതുപോലെ തന്നെ അവസാനത്തെ ചോദ്യം എന്താണ്? തട്ടിപ്പിന് നേതൃത്വം കൊടുത്തതാണോ? അതിന് സംശയം എന്താണ്? തട്ടിപ്പിന് നേതൃത്വം കൊടുത്തതാണ്. ഇനി ഇയാളുടെ റിമാൻഡ് റിപ്പോർട്ടിൽ എന്താ പറയുന്നത്? ഇയാളുടെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് ഇത് സന്നിധാനത്ത് വെച്ച് ഇതിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്താവൂ എന്നിരിക്കെ അപ്രകാരമുള്ള ജോലികൾക്കായി വിലപിടിപ്പുള്ള ക്ഷേത്ര മുതലുകൾ ക്ഷേത്രത്തിന് പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്നും റിമാൻഡ് റിപ്പോർട്ടിൽ എഴുതി വെച്ചിരിക്കുകയാണ്. ദേവസ്വം പരിസരത്ത് വെച്ച് തന്നെ ജോലികൾ ചെയ്യാമെന്നും ദേവസ്വം മാനുവൽ വോളിയം 2 ചാപ്റ്റർ 9 പാരാ 24 പറഞ്ഞിരിക്കെ ആയതിന് വിരുദ്ധമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായ 8-ാം പ്രതി എ പത്മകുമാർ ഈ പൊട്ടത്തരം മണ്ടത്തരം അസംബന്ധം വിളിച്ചു പറയുന്ന സ്വരാജ് ഇത് കേൾക്കണം. 8-ാം പ്രതിയായ പത്മകുമാർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ പ്രധാനപ്പെട്ട ശബരിമല ക്ഷേത്രത്തിലെ പരിപാവനവും ഏറെ മൂല്യമുള്ളതുമായ ക്ഷേത്ര ശ്രീകോവിലിൻ്റെ വാതിൽ കട്ടിലപ്പാളികളിലും അതിനോട് ചേർന്ന പ്രഭാമണ്ഡലത്തിലും സ്വർണം പതിച്ചിട്ടുണ്ടെന്ന് അറിവുണ്ടായിരുന്നിട്ടും ഏത് ലോകത്താ സ്വരാജ് നിങ്ങൾ ജീവിക്കുന്ന അറിവുണ്ടായിരുന്നിട്ടും മറ്റു പ്രതികളുമായി ഗൂഢാലോചന നടത്തിയും. ഇയാൾ ചോദിക്കുകയാണ് നേരിട്ട് തട്ടിപ്പിൽ പങ്കുണ്ടോ, ബോധപൂർവം തട്ടിപ്പിന് കൂട്ടുന്നതാണെന്നുള്ള മറുപടിയാണ്. മറ്റു പ്രതികളുമായി ഗൂഢാലോചന നടത്തിയും 3-ാം പ്രതി 6/3/2019 തീയതി കട്ടിള പൊതിഞ്ഞിട്ടുള്ള ചെമ്പുതകിടുകൾ ഇളക്കിയെടുത്ത് 1-ാം പ്രതിക്ക് കൈമാറുന്നതിനും ആയത് സ്വർണം പൂശി തിരികെ കൊണ്ടുവരുന്ന മുറയ്ക്ക് കട്ടിളയിൽ തിരികെ സ്ഥാപിക്കുന്നതിനും ഉചിതമായ ഉത്തരവ് ഉണ്ടാക്കുന്നതിലേക്കായി തിരുവിതാംകൂർ സെക്രട്ടറിക്ക് നൽകിയ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആയതിന്മേൽ തീരുമാനമെടുക്കുന്നതിനായി ദേവസ്വം പ്രസിഡന്റായ 8-ാം പ്രതി എ പത്മകുമാറിൻ്റെ അധ്യക്ഷതയിൽ സ്വരാജ് കേട്ടോണം, ഈ പൊട്ടത്തരം വിളിച്ചു പറയുന്ന സ്വരാജ് കേട്ടോണം, അധ്യക്ഷതയിൽ 19/3/2019 തീയതി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യോഗം കൂടിയിട്ടുള്ളതാവുന്നു. എന്ന് പറഞ്ഞാൽ തട്ടിപ്പിന് വേണ്ടി യോഗം കൂടി. യോഗത്തിൽ അജണ്ട 30 ROC നമ്പർ 9097/18/M പ്രകാരമുള്ള ഫയലിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന 8-ാം പ്രതി എ പത്മകുമാറിന് കട്ടിളപ്പാളിയിൽ സ്വർണമുള്ളതായി അറിവുണ്ടായിരുന്നിട്ടും ഈ പൊട്ടത്തരം വിളിച്ചു പറയുന്ന സ്വരാജ് കേട്ടോണം, അറിവുണ്ടായിരുന്നു. ബോർഡ് നോട്ടിൽ വിഷയം പ്രതിപാദിച്ചിട്ടുള്ളതിൽ പിത്തളയിൽ എന്ന ഭാഗം വെട്ടി സ്വന്തം കൈപ്പടയിൽ സ്വർണം പതിച്ച ചെമ്പുപാളികൾ എന്നതിന് പകരം ചെമ്പുപാളികൾ എന്ന് മാത്രം എഴുതി ചേർത്തും അനുവദിക്കുന്നു എന്നെഴുതി ഒപ്പിട്ട് നൽകി തന്നിൽ നിക്ഷിപ്തമായ കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുത്തി ബോർഡ് തീരുമാനം എടുത്തിട്ടുള്ളതാകുന്നു. ഏത് ലോകത്തവുക നിങ്ങൾ ജീവിക്കുന്നത് ഈ സ്വരാജ്? അതായത് പിത്തളയിൽ എന്ന ഭാഗം വെട്ടി സ്വന്തം കൈപ്പടയിൽ സ്വർണം പതിച്ച ചെമ്പുപാളികൾ എന്നതിന് പകരം ചെമ്പുപാളികൾ എന്ന് മാത്രം എഴുതി ചേർത്തും അനുവദിക്കുന്നു എന്ന് എഴുതി ഒപ്പിട്ട് നൽകി തന്നിൽ നിക്ഷിപ്തമായ കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുത്തി ബോർഡ് തീരുമാനമെടുത്തിട്ടുള്ളതാകുന്നു.
തുടർന്ന് ബോർഡ് തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തിരുവിതാംകൂർ ദേവസ്വം സെക്രട്ടറി 20/3/2019 ROC ഇത്ര പ്രകാരം ബോർഡ് പ്രൊസീഡിംഗ്സ് ഇറക്കുകയും സ്വകാര്യ വ്യക്തിയായ ഒന്നാം പ്രതിക്ക് ടീ മുതലുകൾ ലഭ്യമാക്കാൻ ഇടയാവുകയും തുടർന്ന് ടീ മുതലുകൾ ഒന്നാം പ്രതി ചെന്നൈയിലെത്തിച്ച് ഒന്നാം പ്രതിയും മറ്റു പ്രതികളും ആയവയിൽ നിന്ന് സ്വർണം അപഹരിക്കുന്നതിന് എട്ടാം പ്രതി എ പത്മകുമാർ ഒത്താശ ചെയ്തു. എന്നുവെച്ചാൽ ഈ തട്ടിപ്പിന് ഒത്താശ ചെയ്തും പണികൾ എപ്രകാരം നടത്തിയെന്നതിനെ സംബന്ധിച്ചോ പണി പൂർത്തിയായി തിരികെ കൊണ്ടുവന്ന സ്വന്തം ആവശ്യമായ പരിശോധന നടത്തിയിട്ടുണ്ടെന്നും മറ്റും പരിശോധിക്കാതെയും പബ്ലിക് സർവൻ്റായ എട്ടാം പ്രതി എ പത്മകുമാർ, സ്വരാജ് കേട്ടോണം, പബ്ലിക് സർവൻ്റായ എട്ടാം പ്രതി എ പത്മകുമാർ തൻ്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുത്തി ആയതുമൂലം ഒന്നാം പ്രതിക്കും മറ്റും അന്യായമായ ലാഭം ഉണ്ടാക്കാൻ ഇടവരുത്തിയും തദ്വാര തിരുവിതാംകൂർ ദേവസ്വത്തിനും ശബരിമല ദേവസ്വത്തിനും അന്യായമായ നഷ്ടം വരുത്തുകയും ചെയ്തിട്ടുള്ളതായി വെളിവുള്ളതാകുന്നു, തെളിഞ്ഞിട്ടുള്ളതാകും. ഞാൻ ചോദിക്കുന്നത്, ഈ സ്വരാജ് എന്ന് പറഞ്ഞ ഇയാൾക്ക് തലയ്ക്ക് വെളിവുണ്ടോ? ഇയാൾക്ക് സ്വബോധമുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഈ റിമാൻഡ് റിപ്പോർട്ടിൽ ഇനി ഇതിനപ്പുറത്ത് എന്താണ് എഴുതി വെക്കാനുള്ളത്? അയാൾ ചോദിക്കുകയാണ്, ഭരണപരമായ വീഴ്ച വരുത്തി എന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ എഴുതി വെച്ചിരിക്കുകയല്ലേ? നേരിട്ട് തട്ടിപ്പിൽ ബന്ധമുണ്ടോ? ഉണ്ട് എന്ന് ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുകയല്ലേ? ബോധപൂർവം തട്ടിപ്പിന് കൂട്ടുന്നു എന്ന് എഴുതി വെച്ചിരിക്കുകയല്ലേ? യാദൃശ്ചിക വീഴ്ച തട്ടിപ്പിനിടയാക്കിയത് യാദൃശ്ചികയല്ല, മനഃപൂർവ്വം ഗൂഢാലോചന നടത്തി എഴുതി വെച്ചിരിക്കുകയല്ലേ? തട്ടിപ്പിന് നേതൃത്വം കൊടുത്തതാണോ ആണോ എന്ന് എഴുതി വെച്ചിരിക്കുകയല്ലേ? ഇതിനെക്കുറിച്ചൊന്നും നമുക്ക് ക്ലാരിറ്റി ഇല്ല എന്ന് ഇയാൾ പറയുമ്പോൾ ഇയാളെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് എടുത്തു വെച്ചവനെയല്ലേ നമ്മൾ ചീത്ത വിളിക്കേണ്ടെന്ന് ഞാൻ ചോദിക്കുന്നു. ഇതിലൊന്നും ഒരു ക്ലാരിറ്റി ഇല്ല. അതുകൊണ്ട് കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ ക്ലാരിറ്റി ഉണ്ടാകും, അപ്പോൾ നടപടിയെടുക്കാം എന്നുള്ള പൊട്ടത്തരം ഈ ചെറുപ്പക്കാരനായിട്ടുള്ള ഈ ബുദ്ധിജീവിയായിട്ടുള്ള ഈ സംസ്ഥാന സെക്രട്ടറിയുടെ മുമ്പ് വിളിച്ചു പറയുമ്പോൾ നമ്മൾ ഇയാളെ എന്താണ് സുഹൃത്തുക്കളെ പറയുക? അപ്പോൾ അതുകൊണ്ട് അയാൾ ഇതുപോലെയൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് അയാളങ്ങ് പോകും. പക്ഷേ അതിൻ്റെ പരിക്കനുഭവിക്കുന്നത് ഈ പാർട്ടിയും പാർട്ടിയുടെ താഴെത്തട്ടിലെ അണികളാണെന്ന് നമ്മൾ ഓർക്കണം. ഈ വാദവും പറഞ്ഞുകൊണ്ട് ഈ ഭവന സന്ദർശനത്തിന് CPM അണികൾ കയറി ചെന്നാലുണ്ടാകുന്ന അവസ്ഥ എന്താ? മോന്തക്കുറ്റിക്കിട്ട് അടി കിട്ടുകയല്ലേ സുഹൃത്തുക്കളെ? അതുകൊണ്ട് പൊതുജനങ്ങൾക്കും പാർട്ടി അണികൾക്കും എല്ലാം അറിയാം അയാൾക്കെതിരെ പാർട്ടി നടപടിയെടുക്കാത്തതിൻ്റെ കാരണം. പാർട്ടി നടപടിയെടുത്താൽ അയാൾ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ ഇവൻ്റെ എല്ലാം തുണി ഉരിഞ്ഞു പോകും. പിണറായി വിജയൻ്റെ ഉൾപ്പെടെ തുണി ഉരിയാനുള്ള സാധ്യതകൾ ഇയാൾ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് അയാൾ വിളിച്ചു പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അയാൾക്കെതിരെ ഇപ്പോഴും നടപടിയെടുക്കാത്തത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്വരാജ് പറഞ്ഞ പൊട്ടത്തരമാണെങ്കിൽ അതിനുള്ള മറുപടി റിമാൻഡ് റിപ്പോർട്ട് വായിച്ചതിൽ നിന്ന് എൻ്റെ പ്രേക്ഷകർക്ക് ഇതിനകം പകൽ പോലെ വ്യക്തമായി കാണും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.